നമ്മുടെ ഗെയിം സീരീസ് ചെയ്തിട്ട് കുറേ നാളായി. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം കുറേ ഫോൺ ലോഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ആയിരുന്നു കൂടുതലും വന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ഗെയിം സീരീസ് എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് വാർ. ഈ പസഫിക് വാർ എന്ന് പറയുന്ന ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടറാണ്. ജസ്റ്റ് എയിം ചെയ്താൽ മതി, വെടിവെച്ചോളും. ഇതൊരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് കുറേ ആളുകൾ വരും, ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ടീം. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, അതും ഒരു വാർ ബേസ്ഡ്. എന്നാൽ ഒരുപാട് ഗ്രാഫിക്സ് ഭയങ്കര കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക ഫങ്കി ടൈപ്പ് ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഭയങ്കര രസമാണ് കളിക്കാനായിട്ട്. അത് മാത്രമല്ല ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇതിനകത്തുള്ള ഒപ്പോണൻസ് എല്ലാം മനുഷ്യരായതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തിടും. അതേപോലെ തന്നെ നിങ്ങൾ റീസ്പോണായി വരികയും ചെയ്യും, വീണ്ടും നിങ്ങൾക്ക് കളിക്കാം. അങ്ങനത്തെ ഒരു എന്താ പറയുക സമയം കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ഗെയിം. ഇന്നത്തെ ഈ ഒരു ഗെയിം സീരീസിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം കാറ്റ് കമാൻഡോ. ഈ ഗെയിം അടിപൊളിയാണ്. അതായത് ഒരു പൂച്ചക്കുട്ടി ഒരു കമാൻഡോ ആയിട്ട് വേഷം കെട്ടി ഒരു തോക്കൊക്കെ പിടിച്ച് പോവാണ്. ഈ പൂച്ചക്കുട്ടി ഒരു ലൊക്കേഷനിൽ പോയി ഇറങ്ങുന്ന സമയത്ത് അവിടെ റോബോട്ട് പോലത്തെ ഒരു സാധനം പൊങ്ങി വരും. ഇതിനെ വെടിവെച്ചിടുക. ആ റോബോട്ട് വെടിവെക്കുന്ന സമയത്ത് ആ വെടി നമുക്ക് കൊള്ളാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും അത് അവിടെ നിന്ന് ഹെൽത്തും ബാക്കിയുള്ള കോയിൻസ് എല്ലാം കളക്ട് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക. അപ്പോൾ വീണ്ടും ഈ ഒരു റോബോട്ട് പോലത്തെ സാധനം 2-3 ഒക്കെ പുറത്തേക്ക് വരും. അത് കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള ഓബ്സ്റ്റക്കിൾസും കടന്ന് നമ്മൾ ഓരോ ലെവലും കംപ്ലീറ്റ് ചെയ്ത് പോകണം. ശരിക്കും പറഞ്ഞാൽ ഇത് ചലഞ്ചിങ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ചലഞ്ചിങ് അല്ല. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര രസമാണ് ഈ പൂച്ചക്കുട്ടിയുടെ ഫേസും പൂച്ചക്കുട്ടി ഓടുന്നതും ഈ തോക്കൊക്കെ പിടിച്ച് ഓടുന്നതും വെടിവെക്കുന്നത് കാണാനും വെടിവെക്കാനൊക്കെ. ഈ ഒരു ഗെയിമിൻ്റെ മൊത്തത്തിലുള്ള മെക്കാനിസം നൈസാണ്. നമ്മുടെ ബീച്ച് ബൈക്ക് റേസിംഗ് അറിയാമോ? അതിൻ്റെ ഒരു ചോട്ട വേർഷനാണ് കാർട്ട് റൈഡർ എന്ന് പറയുന്നത്. ഒരു കാർട്ടിനകത്ത് ഇരുന്നിട്ട് ഒരു ക്യാരക്ടറും കൂടി ഇരിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ റേസ് ചെയ്യണം. റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോഡിലൊക്കെ ഓരോ ബബിൾ കാണും. ആ ബബിൾ എടുക്കുന്ന സമയത്ത് ഓരോ എബിലിറ്റീസ് കിട്ടും. ആ എബിലിറ്റീസ് നമ്മുടെ ഒപ്പോണൻസിൻ്റെ മേലിൽ കൊണ്ടുവന്ന് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് മൾട്ടിപ്ലെയർ ആണുള്ളത്. അപ്പോൾ കൂടെ കളിക്കുന്ന ആളുകളും റിയൽ മനുഷ്യരായിരിക്കും. പക്ഷെ നല്ല ഗെയിമാണ്, ഭയങ്കര രസമാണ് കളിക്കാനായിട്ട്. ബീച്ച് ബഗ്ഗി ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെന്ന്, പണ്ടിറങ്ങിയ ഗെയിമാണ് ബീച്ച് ബഗ്ഗി റേസിംഗ്. അത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ന്യൂജൻ എന്നാൽ ഒരു കുട്ടി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ബീച്ച് ബൈക്ക് റേസർ. ടെററിസ്റ്റ് വന്ന് ഒരു ബോംബ് പ്ലേസ് ചെയ്യും. അതിനെ പോയി ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു എന്താണ് ഒരു ക്യാമ്പയിൻ ലെവലിൽ ഒരു സ്റ്റോറി മോഡ് പോലത്തെ ഒരു ഗെയിമാണ് ബാറ്റിൽ സ്ട്രൈക്ക് ഗൺ എന്ന് പറയുന്നത്. ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഭയങ്കര രസമാണ്. അതായത് നമ്മുടെ ഈ എന്താണ് കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതേ ടൈപ്പിലാണ് ഈ ഒരു ഗെയിം പോകുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടിയുടെയും അതുപോലെ തന്നെ നമ്മുടെ CSGOയുടെയും ഒരു അവിയൽ വരുവാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. നല്ല ഗ്രാഫിക്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റോറി കുറച്ച് ബെറ്റർ ആണ്. നമുക്ക് കളിക്കുന്ന സമയത്ത് നല്ല രസമാണ്. അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തേക്ക് പോയി നിൽക്കുക, എന്നിട്ട് അവിടെയുള്ള കുറേ പേരെ കൊല്ലുക, എന്നിട്ട് അവിടെ നിന്ന് ബോംബ് ഡിഫ്യൂസ് ചെയ്യുക, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക, വീണ്ടും ബോംബ് ഡിഫ്യൂസ് ചെയ്യുക. അങ്ങനത്തെ ഒരു മിഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. നൈസാണ്. സോംബി കില്ലിംഗ് ഗെയിം ഇഷ്ടമാണ്. ഭയങ്കര ഗ്രാഫിക്സ് ഉള്ളതും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സോംബി കില്ലിംഗ് ഗെയിം വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ടു സർവൈവ് എന്ന് പറഞ്ഞിട്ട് ഗെയിമുണ്ട്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത ഒന്നാമത്തത് ഇതിൻ്റെ അകത്ത് ഭയങ്കര പാടാണ് സോംബീനെ കൊല്ലാനായിട്ട്. രണ്ടാമത്തത് ഭയങ്കര ചലഞ്ചിങ് ആണ്. മൂന്നാമത്തത് കിടിലൻ ഗ്രാഫിക്സ് ആണ്. ഗണ്ണ് വെടിവെക്കുന്ന സമയത്തുള്ള അതിനകത്തുള്ള ഫയറിങ്ങിൻ്റെയും ലൈക്ക് സോംബീസ് വന്ന് നടക്കുന്നതും അവർ ചത്ത് വീഴുന്നതായാലും ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സോംബീനെയൊക്കെ കൊല്ലാൻ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ഡൗൺലോഡ് ചെയ്തിരിക്കുക. അടിപൊളി ഗെയിമാണ്. നിങ്ങൾക്ക് ഇതെല്ലാം കളിക്കാനായിട്ട് നല്ല നെറ്റൊക്കെ വേണം, നല്ല നെറ്റ്വർക്ക് വേണം. അപ്പോൾ 5G ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത്. 5G കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് മിത്തുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.